السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. كذلك نصرف الآيات لقوم يشركون. صدق الله العظيم. जहाँ में अहले ईमान सूरते खुर्शीद जीते हैं, जहाँ में अहले ईमान सूरते खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले. नईब ज़मानना वल्अईब फीना, नईब ज़मानना वल्अईब फीना वमा लिज़मानिना ऐबुन सिवाना. फ़अलमू उम्मत मुहम्मदिन സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ പവിത്രമായ വെള്ളിയാഴ്ച ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലേറെ സന്തോഷത്തിലും സ്നേഹത്തിലുമായി നാളെ അവൻ്റെ ജന്നത്തുൻ നഈം എന്ന സ്വർഗത്തിൽ മുത്ത് ഹബീബിൻ്റെ ജിവാനിൽ നാം സ്നേഹിക്കുന്നവരുടെ, നമ്മെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റജബ് നമ്മോട് വിട പറയുകയാണ്. റജബ് മാസത്തിലെ അവസാനത്തെ ദിനവും അവസാനത്തെ വെള്ളിയാഴ്ചയുമാണിന്ന്. പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം ചെയ്ത സുകൃതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. നാം നോറ്റിവിട്ട നോമ്പുകൾ, നാം ചെയ്ത നിസ്കാരങ്ങൾ, സ്വതക്കകൾ, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ വലിയ ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ. ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ പരിശുദ്ധമായ ശഅബാൻ മാസം ഇന്നിൻ്റെ സായാഹ്നം കഴിഞ്ഞുള്ള മഗ്രിബ് മുതൽ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടെ കാണുകയും മറ്റു മാസങ്ങളിൽ നിന്നും വ്യതിരിക്തമായി ആരാധന കർമ്മങ്ങൾ, നോമ്പുകൾ കൊണ്ടും പ്രത്യേക നിസ്കാരങ്ങൾ കൊണ്ടും റമളാനിന്റെ മുന്നൊരുക്കങ്ങൾ കൊണ്ടും വളരെ പ്രത്യേകതയോടെ നോക്കി കാണുകയും നമുക്കങ്ങനെ പഠിപ്പിച്ചു തരികയും ചെയ്ത പരിശുദ്ധമായ ശഅബാൻ മാസം
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാസത്തെ പരിഗണിച്ചത് അവിടുത്തെ പത്നിമാരായ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അതുപോലെ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്നിവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അർത്ഥത്തിൽ വളരെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തിന്മകളെ, ജീർണതകളെ ഏതർത്ഥത്തിലാണ് എല്ലാ കാലത്തും ചെറുത്തു നിർത്തിയത് എന്നും പുതിയ തലമുറയെ നന്മയുടെ വഴിയിലേക്ക് വഴി നടത്തേണ്ട ഉത്തരവാദിത്തം നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്നും, അതുപോലെ ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ കൃത്യമായി നിർവഹിക്കണമെന്നും നാം കഴിഞ്ഞ വെള്ളിയാഴ്ച ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നോണം പുതിയ തലമുറയെ നന്മയുടെ വഴിയെ നടത്താൻ സ്വാലിഹീങ്ങളായ മക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്നാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മക്കൾ സ്വാലിഹാകാൻ, പുതിയ തലമുറ നന്മയുടെ പ്രതീകങ്ങളാകാൻ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്, രക്ഷിതാക്കൾക്കാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നാം ജീവിതത്തിൽ പല വിധത്തിലുള്ള റോളുകൾ വഹിക്കുന്നവരാണ്. നാം എല്ലാവരും വഹിക്കുന്ന ഒരു റോളാണ് മക്കളാവുക എന്നുള്ളത്. ആ റോള് വഹിക്കുമ്പോൾ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. മക്കളായിരിക്കുമ്പോൾ നാം ജീവിതത്തിൽ പുലർത്തേണ്ട കടമകളുണ്ട്. അതുപോലെ നാം വഹിക്കുന്ന മറ്റൊരു റോളാണ് ഇണയും തുണയുമാവുക എന്നുള്ളത്. അവിടെയും നാം അനുവർത്തിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്, ഒരു റോളാണ് മാതാവാവുക, പിതാവാവുക എന്നത്. മാതാപിതാക്കളാവുക എന്നത്, രക്ഷിതാക്കളാവുക എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോളാണ്. അതുകൊണ്ട് ആ റോള് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അത് എത്രമാത്രം ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്യണമെന്നത് നാം ഓരോരുത്തരും വളരെ പ്രധാനമായി, വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ, അത് അള്ളാഹു നമുക്ക് അമാനത്തായി നൽകിയതാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. സൂക്ഷിപ്പു സ്വത്തായി നാം നമ്മുടേതെന്ന് പറയുന്ന മക്കൾ, നമ്മുടെ സ്വന്തം മക്കളായി നാം കാണുന്നവർ, അതും നമുക്ക് അല്ലാഹു നൽകിയ സൂക്ഷിപ്പു സ്വത്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം തുടങ്ങുന്നുണ്ട്. മക്കൾ അല്ലാഹു നൽകിയ അമാനത്താണ്. ആ അർത്ഥത്തിലാണ് മക്കളെ നാം നോക്കിക്കാണേണ്ടത്. മക്കൾ നന്നാകണമെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായി അവര് നന്നാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകണമെന്ന്, മാത്രമല്ല അവർക്ക് കണ്ടു പഠിക്കാൻ കഴിയുന്ന, മാതൃകയാക്കാൻ കഴിയുന്ന റോൾ മോഡൽസായി മാതാപിതാക്കൾ മാറണമെന്നുമാണ്. നാം നന്മ നിറഞ്ഞവരാകണം. അങ്ങനെ ആ നന്മ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിതാവ് എന്ന് പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പരിപാലിക്കുന്നവരാണ്, മക്കളെ നോക്കുന്നവരാണ്. നാം മക്കളെ പരിപാലിക്കുന്നത്, തർബിയത്ത് ചെയ്യുന്നത് ദുനിയവിയായ ഒരു ലക്ഷ്യത്തിനുമാകരുത്. അതിൽ വജ്ഹില്ല, അത് അല്ലാഹുവിന്റെ മാർഗത്തിലാകണം.
അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം. യഥാർത്ഥത്തിൽ രക്ഷാകർതൃത്വം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് വിവാഹാലോചന മുതലാണ്. നാം വിവാഹം കഴിക്കാൻ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് നല്ല ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം. സ്വാലിഹായ മക്കൾ ഉണ്ടാകുന്നത് ഇണകൾ നന്നാകുമ്പോഴാണ്. അതാണ് നാം പറഞ്ഞത്, നാം വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം. അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് ജീവിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, ആ ഒരു ലക്ഷ്യത്തിനാണ് നാം വിവാഹം കഴിക്കേണ്ടത്. അതല്ലേ നമ്മൾ വജ്ജഹ്തുവിൽ പറയുന്നത്, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ നിസ്കാരങ്ങളും മറ്റു നോമ്പുകളും സ്വതക്കകളും മറ്റു സൽക്കർമ്മങ്ങളും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അള്ളാഹുവിനുള്ളതാകണം, അള്ളാഹുള്ളതാകണം. അത് നാം ഓരോ നിസ്കാരത്തിൻ്റെയും പ്രാരംഭത്തിൽ എടുക്കുന്ന പ്രതിജ്ഞയാണ്. നാം ചെയ്യുന്ന ഒരു പ്ലഡ്ജാണ് നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ. നാം ചെയ്യുന്നതെല്ലാം അള്ളാഹുവിനാണ്. അവിടെ നിന്നാണ് നല്ല ഒരു രക്ഷിതാവ് തുടങ്ങേണ്ടത്. നാം വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിനാണ്. നമുക്ക് മക്കളെ വേണ്ടത്, നാം മക്കളെ നോക്കുന്നത് അള്ളാഹുവിനാണ്. ലിവജ്ഹില്ല. ആ ഒരു ബോധ്യം നമ്മിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ തർബിയത്ത് ക്ലിയർ ആകുന്നത്. അതുകൊണ്ട് നാം പറഞ്ഞു വച്ചു, നല്ല ഒരു രക്ഷിതാവ് തുടങ്ങേണ്ടത് വിവാഹാലോചന മുതലാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ നാം തിരഞ്ഞെടുക്കുമ്പോൾ, വിവാഹം ചെയ്യാനായി നാം തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. തുൻകഹുൽ മർഅതു ലിഅർബഅ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. മറ്റെന്തു കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചാലും ദീനുള്ള പെണ്ണാണോ എന്ന് പരിഗണിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവൾക്ക് ദീനുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും. അവളുടെ ദീനാണോ നിങ്ങൾ അവളുടെ ഒരു ക്വാളിറ്റിയായി നോക്കിയത്, നിങ്ങൾക്ക് വേണ്ട ഒന്നായി നിങ്ങൾ പരിഗണിച്ചത്, നിങ്ങളെ അള്ളാഹു വിജയിപ്പിക്കും. ദീനുള്ളവൾ കൊണ്ട് നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുമെന്നാണ്. മക്കളെ നോക്കുന്നതിൽ വിജയിക്കുമെന്നാണ്, എല്ലാത്തിലും വിജയിക്കും. അള്ളാഹു നമ്മളെ അങ്ങനെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. മക്കൾ നന്മ നിറഞ്ഞതാവാൻ നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നത് അനിവാര്യമാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്, നല്ല ഭൂമിയിൽ നിന്നാണ്, നല്ല മണ്ണിൽ നിന്നാണ് നല്ല വിളകൾ ഉണ്ടാകുന്നതെന്നാണ് അള്ളാഹു ഒരു ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ നാം ചിന്തിക്കണം, ഹറാമുകളിൽ തുടങ്ങിയ വൈവാഹിക ജീവിതം നമുക്ക് പിന്നെങ്ങനെ നന്മ നിറഞ്ഞ മക്കളെ നൽകാനാണ്? വൈവാഹിക ജീവിതത്തിന്റെ തുടക്കമാണ്. ആ തുടക്കം നമ്മൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നിർവഹിക്കണം. അവിടെ വരുന്ന ഹറാമുകൾ അത് ഹറാമിനുള്ള അവസരങ്ങളായി മാറ്റരുത്. അത് ഹറാമുകൾ ചെയ്യാനുള്ള, അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളാക്കി മാറ്റരുത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തുടക്കം മുതൽ വൈവാഹിക ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നാം അദബുകൾ പാലിക്കണം, മര്യാദകൾ പാലിക്കാൻ തയ്യാറാകണമെന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മൻ തസവ്വജ ലില്ലാഹ് തവദല്ലാഹു ലഹു താജ
തസവ്വജൽ മലിക്, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി വിവാഹം ചെയ്താൽ അവർക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ സ്വർണം കൊണ്ടുള്ള കിരീടം അണിയിക്കുമെന്നാണ്. ഖിയാമത്ത് നാളിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന മക്കളുടെ ശ്വാസത്തിന്റെ കണക്കനുസരിച്ച് ആ മാതാപിതാക്കളുടെ നന്മകളായി രേഖപ്പെടുത്തുമെന്നുമാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളൊക്കെയും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി വലിയ അദബിലായി നാം നിർവഹിക്കണം. മക്കൾ നന്നാകാൻ പ്രധാനമായി നാം നോക്കേണ്ട 4 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമതായി ലക്ഷ്യം നന്നാവണമെന്നാണ്. ലക്ഷ്യം നന്നാകണം. എന്തിനാണ് നമുക്ക് മക്കൾ? എന്തിനാണ് നമുക്ക് മക്കൾ? ദുനിയാവിൽ നമ്മുടെ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണോ? ദുനിയാവിൽ നമ്മുടെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യാനാണോ? ദുനിയാവിലെ നമ്മുടെ നേട്ടങ്ങളുടെ കാരണക്കാരാകാനാണോ? അല്ല. നമുക്ക് മക്കൾ ഉണ്ടാകുന്നത് എന്തിനാണ്? കൃത്യമായി നാം ആ ലക്ഷ്യം മനസ്സിൽ വെക്കണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മത്തിന്റെ വരിയിൽ നിൽക്കാൻ നമുക്കൊരു മോൻ വേണം, ഒരു മകൾ വേണം. അതിനാകണം, ആ ലക്ഷ്യത്തിലാകണം നാം മക്കളെ ഉണ്ടാക്കേണ്ടത്. ആ ലക്ഷ്യം ക്ലിയർ ആകണം. ദുന്യവിയായ ലക്ഷ്യങ്ങൾക്കല്ല, അള്ളാഹുവിന് വേണ്ടിയാകണം. രണ്ടാമതായി നല്ല പേരിടണം എന്നുള്ളതാണ്. നമുക്ക് പേരിൽ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ വാക്കർത്ഥങ്ങളായിരിക്കാം. യഥാർത്ഥത്തിൽ ചില പേരുകൾക്ക് ചരിത്ര പ്രാധാന്യവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണമെന്നാണ്. മറ്റൊന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ, അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന സാമഗ്രികളിൽ കൃത്യമായി ഹലാലാകണമെന്നതാണ്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം നൽകണം. നാം കഴിക്കുന്നതും അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതും ഹലാലുമാകണം, ത്വയ്യിബുമാകണം എന്നുള്ളതാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിശുദ്ധിയിൽ, ആ വിശുദ്ധി കാരണമായി നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനാകുമെന്നാണ്. ഹറാമായ ഭക്ഷണം അകത്തു ചെല്ലുന്നതിലൂടെ നമ്മുടെ പ്രവൃത്തികളിലും ഹറാമുകൾ വരുമെന്നാണ്. അതുകൊണ്ട് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ കഴിയണം. നാലാമതായി പറയുന്നത്, അവരെ ദീൻ പഠിപ്പിക്കണമെന്നതാണ്. നമ്മുടെ വീടകങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ പരിശീലന കളരികളായി മാറണം. ഇസ്ലാമിക ദഅവത്തിന്റെ പാഠശാലകളായി ആദ്യം മാറേണ്ടത് നമ്മുടെ വീടകങ്ങളാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകണം കുടുംബത്തിൽ. അവിടെ സ്നേഹം പഠിപ്പിക്കണം, അവിടെ ലാളിത്യം പഠിപ്പിക്കണം, വിനയം പഠിപ്പിക്കണം, ക്ഷമ പഠിപ്പിക്കണം, എല്ലാ ഗുണങ്ങളും, സഹിഷ്ണുത പഠിപ്പിക്കണം, സാഹോദര്യം പഠിപ്പിക്കണം. കുടുംബക്കാരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്, സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കണം. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ ശിആറുകളെ പരിഗണിക്കാൻ പഠിപ്പിക്കണം. അതിൻ്റെയൊക്കെ ആദ്യ പാഠം നാം നൽകേണ്ടത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ്. അത് ചെയ്യേണ്ടവർ ഓരോ ഉമ്മയും ഓരോ ഉപ്പയുമാണ് എന്ന ബോധ്യം നമ്മിലുണ്ടാകണം. അല്ലാഹു ആർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര മനോഹരമായാണ് ഇസ്ലാം പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. എത്ര മനോഹരമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലാഇബു ഔലാദകും സബ്അ, മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ 7 വയസ്സാകുന്നത് വരെ ആ മക്കളുടെ കൂടെ കളിക്കണമെന്നാണ്. ആ മക്കളുടെ കൂടെ കളിക്കണം രക്ഷിതാക്കൾ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്
പരിശുദ്ധനായിട്ടാണ്. ആ കുട്ടിയെ പിന്നെ മോശത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നന്മയിലേക്ക് വഴി നടത്തുന്നതും രക്ഷിതാക്കളാണ്. ഇതിന്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മോശത്തരങ്ങൾ കാണുമ്പോൾ, മോശപ്പെട്ട പ്രവണതകൾ കാണുമ്പോൾ സ്നേഹത്തോടെ ചേർത്തു നിർത്തി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നാം അത് ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കണമെന്നാണ്. എൻ്റെ വായിൽ നിന്ന് അസഭ്യമായ ഒന്നും എൻ്റെ കുട്ടികൾ കേട്ടിട്ടില്ല എന്ന് ആർജവത്തോടെ ആർക്കാണ് പറയാൻ കഴിയുക? ആ അർത്ഥത്തിൽ നമ്മൾ മാറണം. ആ അർത്ഥത്തിൽ നമ്മൾ മാറണം. വളരെ പ്രധാനമായും ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പരിചയപ്പെടുത്തി കൊടുക്കണം. ആ പരിചയപ്പെടുത്തുന്നിടത്ത് പിഴവ് സംഭവിക്കാൻ പാടില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ടത് എന്തോ ഭീകര ജീവിയായിട്ടല്ല. ഭക്ഷണം കഴിക്കാത്ത കുട്ടിയോട്, അനുസരണ കാണിക്കാത്ത കുട്ടിയോട് അള്ളാഹു നരകത്തിലിടുമെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ എന്തോ ഭീകര ജീവിയായിട്ടാണ് നാം ചിത്രീകരിക്കുന്നത്. നേരെ മറിച്ച് വളരെ ധനാത്മകമായി, വളരെ പോസിറ്റീവായി അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളോട് നമുക്കെല്ലാം നൽകുന്ന, എല്ലാം നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകേണ്ടയോ എന്ന അർത്ഥത്തിൽ വളരെ പോസിറ്റീവായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. സ്നേഹമാണ് അള്ളാഹുവെന്ന്, നിന്നെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അത്ര ഇഷ്ടത്തോടെ നിന്നെ നോക്കിക്കാണാൻ കഴിയുന്ന മറ്റൊരാളുമില്ലെന്ന്, കാരുണ്യമാണ് അള്ളാഹുവെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതാണ് ഒരു സൂഫി കവി പാടിയത്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കേണ്ടടോ, ഉപ്പയെ പ്രിയം വച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. പാമ്പിനെ ഭയക്കുന്ന പോലെ അള്ളാഹുവിനെ ഭയക്കരുത്. ഉപ്പയെ നമ്മൾ പ്രിയം വെക്കുന്നുണ്ട്. ആ ഉപ്പയോടുള്ള സ്നേഹത്തിൽ നിന്ന് നാം തെറ്റു ചെയ്യുമ്പോൾ ആ സ്നേഹനിധിയായ ഉപ്പയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നാം പേടിക്കുന്നുണ്ട്. ആ പേടി ഉണ്ടാകുന്നത് ഉപ്പയോടുള്ള സ്നേഹത്തിൽ നിന്നാണ്, ഉപ്പയോടുള്ള പ്രിയത്തിൽ നിന്നാണ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള മഹബത്തിൽ നിന്നുണ്ടായിത്തീരേണ്ട ഒരു ഭയം അതുണ്ടാക്കി കൊടുക്കണം. അതും അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അതാണ് ആ സൂഫി കവി പാടിയത്. ഔലിയാക്കൾക്കു പേടിയില്ലെന്ന സൂക്തം ഖുർആനിലില്ലടോ, ഹുബ്ബ് തന്നെയാണ് അവർക്കു പേടിയും, ഹുബ്ബും രണ്ടല്ല ഒന്നടോ. അള്ളാഹുവിനെ പേടിക്കുക എന്നതും അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതും രണ്ടല്ല, അതൊന്നാണ്. അതാണ് ഔലിയാക്കൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞത്. ഔലിയാക്കൾക്ക് അള്ളാഹുവിനെ പേടിയല്ല, അവർക്ക് അള്ളാഹുവിനെ സ്നേഹമാണ്. ആ സ്നേഹം തന്നെയാണ് പേടി എന്നാണ് സൂഫിയാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. രണ്ടാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് വഅദ്ദിബൂഹും സബ്അൻ, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ആകുന്ന കാലം അവർക്ക് അദബുകൾ പഠിപ്പിക്കണം. നിസ്കരിക്കാൻ പഠിപ്പിക്കണം, എല്ലാം കൃത്യമായി പഠിപ്പിക്കണം. മര്യാദകൾ പഠിപ്പിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണ മര്യാദയാണ്. ശീലങ്ങൾ പഠിപ്പിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ശീലം ദാനശീലമാണ്. മൂന്നാമതായി അല്ലാഹു പറയുന്നത് വസ്വാഹിബൂഹും സബ്അൻ, 7 വയസ്സ് മുതൽ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം അവരുടെ കൂട്ടുകാരായി മാറാൻ കഴിയണം. ഓരോ മക്കളുടെയും ഏറ്റവും വലിയ കൂട്ടുകാരിയായി ഉമ്മ മാറണം. ഏറ്റവും വലിയ കൂട്ടുകാരനായി, ബെസ്റ്റ് ഫ്രണ്ടായി ഉപ്പ മാറണം. അവർക്കെല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന, അവരുടെ നോവുകളും അവരുടെ ആഗ്രഹങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതി, ഒരു കൂട്ടുകാരി വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ എന്തിനവർ മറ്റു കൂട്ടുകെട്ടിലേക്ക് പോകണം? അതുകൊണ്ട് അവർക്കെല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഇടം, ഒരു സ്പേസ് നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ കാലം നമ്മൾ പരിശോധിച്ചാൽ തിന്മകളെ മഹത്വവൽക്കരിക്കുന്ന ചലച്ചിത്രങ്ങളും മറ്റാഘോഷങ്ങളും മറ്റു
ആഘോഷ പരിപാടികളും എല്ലാം, ഹറാമായ നൃത്ത സംഗീതങ്ങളെല്ലാം മക്കളുടെ കൂടെ ഇരുന്ന് വളരെ ലാഘവത്തോടെ അത് ആഘോഷിക്കുന്ന, ആനന്ദിക്കുന്ന മാതാപിതാക്കൾക്ക് ആ മക്കൾക്ക് എങ്ങനെ നന്മയുടെ സന്ദേശങ്ങൾ പകരാൻ കഴിയും? അള്ളാഹു നമ്മളെ അത് കൃത്യമായ രീതിയിൽ പഠിക്കുവാനും മക്കളെ പഠിപ്പിച്ചു കൊടുക്കുവാനും മക്കൾക്ക് മാതൃകായോഗ്യരായ രക്ഷിതാക്കളായി മാറാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രത്യേകമായി പറയാനുള്ളത്, പള്ളിയുടെ ചെലവിലേക്കായി നിങ്ങളെ സമീപിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ നല്ല ഉദ്ദേശം വച്ച്, നല്ല ഉഖ്റവിയായ ഉദ്ദേശം വച്ച് അതുമായി സഹകരിക്കണം. അള്ളാഹു നിങ്ങളുടെ സംഭാവനകൾ, നമ്മുടെ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ അർത്ഥത്തിൽ പുതിയ തലമുറയെ നന്മയുടെ വക്താക്കളായി മാറ്റാനുള്ള ഉത്തരവാദിത്തം കൃത്യമായി ഏറ്റെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അർഹമുർറഹീമീനായ രാജസയ്യിദായ കരുണയുള്ള ദയാലുവായ അള്ളാഹ്, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ബറക്കത്തിലായി ഞങ്ങളെ റമളാനിലേക്ക് കൊണ്ടെത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികൾക്ക് നീ പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ നൽകണേ അല്ലാഹ്. അവര് പഠിച്ച അറിവത്രയും ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഭവനത്തിന് വേണ്ടി പ്രത്യേകമായി സംഭാവന ചെയ്ത് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആ സഹോദരന് നീ എല്ലാ ഖൈറും നൽകണേ അല്ലാഹ്. എല്ലാ ഖൈറും നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാ ശർറുകൾക്കും നീ ആ മനുഷ്യന് കാവൽ നൽകണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وآخر دعوتنا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.